ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്താ എല്ലായ്പ്പോഴും സ്ത്രീകളുടെ പ്രശ്നത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതെന്ന്. ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനെ അങ്ങനെ അല്ല എന്ന് പറയുന്നില്ല. എനിക്ക് തോന്നുന്നതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായി അറിയാൻ പറ്റും ഒരു സ്ത്രീ എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അതിന് എന്നാലാവും വിധം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കേട്ടോ. ചില വീഡിയോസ് ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അവഗണന എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് അവഗണന ഉണ്ടാവാം. നമ്മളുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന്, മക്കളുടെ ഭാഗത്തു നിന്ന്, അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്ന്, ഇൻലോസിൻ്റെ ഭാഗത്തു നിന്ന്, ഇങ്ങനെ പല സൈഡിൽ നിന്നും നമുക്ക് അവഗണന നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ അനുഭവിക്കുന്ന ഒരു അവഗണന എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് തന്നെ വരുന്ന ഒരു അവഗണനയാണ്. നമ്മളെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് വേണ്ടി കണ്ടെത്താൻ നമ്മളുടെ കയ്യിൽ സമയമില്ല, നമ്മളുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുമ്പോൾ തിരിച്ചറിയില്ല. ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവരുടെ വേറൊരു ലൈഫിലോട്ടുള്ള ട്രാൻസിഷനാണ്. ജോലിയുള്ള സ്ത്രീകൾ അമ്മയായി കഴിഞ്ഞാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒത്തിരി പ്രശ്നങ്ങളിൽ ഏറ്റവും വലുതാണ് കുഞ്ഞിനെ നോക്കാൻ സമയമില്ലാതെ ജോലിക്ക് പോകുന്നു എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ സഹിക്കാം, പക്ഷേ അവനവൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗിൽട്ട് ഉണ്ടാവും. എൻ്റെ കുഞ്ഞിനെ എനിക്ക് നേരാവണ്ണം നോക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വമല്ലെങ്കിലും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞെന്ന് പറയുന്നത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. അപ്പോൾ രണ്ടു പേർക്കും തുല്യമായ ഉത്തരവാദിത്തം ആ കുഞ്ഞിന് മേലുണ്ട് അല്ലേ. ഒരാൾ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾ വേറൊരു ദിവസം നോക്കണം ആ കുഞ്ഞിനെ. പിന്നെ എന്തിനാണ് നമുക്ക് ആ ഗിൽട്ട്? അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ സ്വയം വില കുറിച്ച് കാണുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ജോലി ചെയ്യാത്ത ഒരു അമ്മയാണെന്നിരിക്കട്ടെ. ഒരു കുഞ്ഞിന് നല്ലൊരു ഡ്രസ്സ് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ടോയ് കണ്ടാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കൈ നീട്ടണം, 1 രൂപ തരുമോ എന്ന് ചോദിച്ചിട്ട്. ആ 1 രൂപയ്ക്ക് നമ്മൾ 100 കണക്കുകൾ ബോധിപ്പിക്കണം, 100 കാര്യങ്ങൾ ബോധിപ്പിക്കണം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 1 രൂപ പോലും കൊടുക്കാതെ പണിക്ക് നിർത്തിയിരിക്കുന്ന ഒരു വീട്ടുവേലക്കാരിയുടെ സ്ഥാനമാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. ജോലിക്കൊരാളെ നിർത്തിയാൽ പോലും അവർക്ക് ശമ്പളം കൊടുക്കണം. ഇത് യാതൊരു തരത്തിലുള്ള പൈസയും കൊടുക്കാതെ നമ്മളുടെ അധ്വാനത്തിനെയാണ് അവർ ശരിക്കും മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ഗിൽട്ട്? 1 രൂപ ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനാ എനിക്ക് അപമാനം തോന്നേണ്ട ആവശ്യം എന്താണ്? അത് നമ്മുടെ അവകാശം തന്നെയാണ്. നമ്മൾ എടുക്കുന്ന പണിക്ക് എപ്പോഴെങ്കിലും ചോദിക്കുന്ന പൈസകൾ നമ്മളുടെ അവകാശം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. കാരണം അവിടെയും നമ്മളെ സ്വയം വില കുറച്ച് കാണുന്നു. അയ്യോ, ഞാൻ ചോദിച്ചാൽ എനിക്കത് കിട്ടില്ല, എന്നെ എന്തെങ്കിലും പറയും, അതിൻ്റെ പേരിൽ എനിക്ക് കണക്ക് ചോദിക്കും. ഇത്തരത്തിലുള്ള തികച്ചും വില കുറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ തന്നെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എന്താ സൊല്യൂഷൻ? സമയവും പൈസയും ഒന്നും അത് നമ്മൾ മാത്രം തെറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാതായ ഒരു കാര്യമാണോ? ജോലിക്ക് പോവാത്തത്, അല്ലെങ്കിൽ കുട്ടിയെ നോക്കുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് പോയി കുട്ടിയെ നോക്കാതിരിക്കുന്നത്, ഇതെൻ്റെ മാത്രം തെറ്റാണോ? അല്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മനഃപൂർവ്വം ഇതെല്ലാം ഉപേക്ഷിച്ചതാണ്. പക്ഷേ വളരെ കൂടുതൽ ആൾക്കാരും അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മളെ കാണുന്നതും ചിന്തിക്കുന്നതും. ആൾക്കാർ എങ്ങനെയോ കണ്ടോട്ടെ, നിങ്ങൾ പോലും നിങ്ങളെ അങ്ങനെയല്ല കാണുന്നത്.
നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള പൂർണ്ണമായ അവകാശം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗിൽറ്റിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾക്ക് അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ സമയമില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പേടിക്കണ്ട, മാറ്റം എപ്പോഴാണെങ്കിലും നല്ലതല്ലേ. അപ്പോൾ മാറി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. മാറി ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ മാറ്റം നമ്മളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം എപ്പോഴും ഓർമ്മിച്ചുള്ളൂ, നമ്മൾ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു അപ്പോഴാണ് മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. ഇതെന്നും മനസ്സിലുണ്ടാവട്ടെ.